ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നീളത്തിനരിഞ്ഞ സവാള 4 എണ്ണം, തക്കാളി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് 2 എണ്ണം, 2 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്, ചെറിയ കപ്പ് കുഞ്ഞുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന്, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ. ഇനി ഒരു പാനിൽ ചൂടായി വരുമ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇളക്കി അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. മൂത്തൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നീളത്തിനരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള എടുത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഉപ്പിടുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സവാള ഇതുപോലെ വഴണ്ടി വരാനായിട്ട്. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഉള്ളിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്, മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് ഇളക്കണം. അതിനുശേഷം മൂടി വെച്ച് വേവിക്കണം. 2-3 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കേണ്ടതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ആവി കിടന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ, നമ്മളിതിപ്പോൾ വെറുതെ പച്ചക്കിടുന്നതല്ല, നമ്മൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത ചിക്കനാണ് എടുത്തിടുന്നത്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ആക്കേണ്ടതാണ്. മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനിയിപ്പോൾ ഗ്രേവി വേണം. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ആയാലും ഗ്രേവി വേണം. അപ്പോൾ നമ്മളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ സെപ്പറേറ്റ് ചൂടുവെള്ളം ആക്കി വെക്കണം. ആ ചൂടുവെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതായിട്ട് കുറുകി വരും. ആ ഒരു ഇതാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂടി വെക്കേണ്ടതാണ്. മൂടി വെച്ച് ഒരു 2-3 മിനിറ്റിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.